ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു അൺബോക്സിങ്ങും തന്നെ നമ്മുടെ ഗാർഡനിൽ പുതിയ കുറച്ച് ചെടികൾ നടുന്നതുമാണ് കേട്ടോ. അപ്പോൾ അൺബോക്സിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ. ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് ഗാർഡനിങ് ടൂൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് ആണ്. അപ്പോൾ അത് ആദ്യമേ തന്നെ ഈ ഒരു സാധനമാണ്, മണ്ണൊക്കെ ഇങ്ങനെ കുത്തി ഇളക്കാൻ പറ്റുന്ന ഈ ഒരു ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അടുത്തത് ഈ ഒരു മണ്ണൊക്കെ കോരാനായിട്ടൊക്കെ പറ്റുന്ന ഈ ഒരു സാധനമാണ് ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം തന്നെ ഉടൻ്റെ പിടിയാണ് കേട്ടോ ഉള്ളത്. അടുത്തത് ഈ മണ്ണിങ്ങനെ മാന്താനും ഒക്കെ പറ്റുന്ന, മണ്ണിളക്കാനൊക്കെ പറ്റുന്ന ഈ ഒരു ഇതാണ്. പിന്നെ ഈ ഒരു പ്രൂണർ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൂണർ തന്നെയാണ്. അത്യാവശ്യം കട്ടിയുള്ള സ്റ്റെമ്മുള്ള ചെടികളില്ലേ, റോസ്, കടലാസ് ചെടിയൊക്കെ പോലുള്ള, അതിൻ്റെയൊക്കെ സ്റ്റെമ്മ് കട്ട് ചെയ്യാനായിട്ടൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് ഈ ഒരു ഗ്ലൗസാണ് ഉണ്ടായിരുന്നത്. 2 ഗ്ലൗസ് ഉണ്ട്. ഒരു റബ്ബറും അതുപോലെ തന്നെ തുണിയൊക്കെ ചേർന്നൊരു മെറ്റീരിയലാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഇതും. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ടൂൾ കിറ്റിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിനെല്ലാത്തിനും കൂടെ എനിക്ക് 205 രൂപയാണ് ആയത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ പുതിയ ടൂൾസൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അതുകൊണ്ട് ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഈ ചെടികളൊക്കെ ഞാൻ ഇന്ന് നടാൻ പോവുകയാണ്. ഇതൊക്കെ കുഞ്ഞാര വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചെടികളാണ്. അതിൽ ഈ ഒരു കറ്റാർവാഴ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഓർക്കിഡ്, ആന്തൂറിയം, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആന്തൂറിയത്തിൻ്റെ പോട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതേ കണക്കത്തൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ട് തന്നെ ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പോട്ട് മിക്സായിട്ട് ഇതേ കണക്കത്തെ ചുടുകല്ലിൻ്റെ ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഓടെടുത്താലും മതി കേട്ടോ. പിന്നെ അത് വേണ്ടത് തൊണ്ട് ഇതേ കണക്ക് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നഴ്സറിയിൽ നിന്ന് കോക്കോ ചിപ്സ് പാക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ വേണ്ടത് ഇതേ കണക്ക് കരിയാണ്, വിറക് കത്തിച്ച കരി. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഈ ചുടുകല്ലിൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോട്ടിൻ്റെ അടിഭാഗം ഞാൻ ഇതേ കണക്കത്തെ പീസ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഈ തൊണ്ടാണ്. ഈ തൊണ്ടിന് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് മണ്ണ് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ആന്തൂറിയം പോട്ട് ചെയ്യാനായിട്ട്. ഈ തൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കരിക്കട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിക്ക് റൂട്ടൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇനി നേരെ ഞാൻ ഈ ഒരു പ്ലാന്റിനെ ഈ പോട്ട് മിക്സിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കുറച്ച് ഭാഗത്ത് ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മണ്ണിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പോൾ 2 ആന്തൂറിയം ഉണ്ടായിരുന്നു. അത് 2 ഞാൻ ഇതേ കണക്ക് തന്നെയാണ് കേട്ടോ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ 2-3 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം നടുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഓടിൻ്റെ ചെറിയ ചെറിയ പീസസ് ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചുടുകല്ല് വേണമെങ്കിൽ എടുക്കാം. ഇതിൽ 2 ഏതായിക്കഴിഞ്ഞാലും മതി കേട്ടോ. ആന്തൂറിയത്തിനായിക്കഴിഞ്ഞാലും ഓർക്കിഡിനായിക്കഴിഞ്ഞാലും. അതിലേക്ക് ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് തൊണ്ടിൻ്റെ പീസസാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ ഒരു ചെടി നട്ടു കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മണ്ണും കൂടെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പോട്ടിങ്. ഓർക്കിഡ് നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് അധികം മണ്ണിൽ താഴ്ത്തി നടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ഞാൻ നിലത്ത് നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെങ്കാ ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറിലുള്ള വെങ്കാ ചെടി. എൻ്റെ കയ്യിൽ ഈ ഒരു കളർ ഇല്ലായിരുന്നു. അതിൻ്റെ സീഡ് ഉണ്ട്. അപ്പോൾ സീഡ് നമുക്ക് വേറെ എടുത്ത് നടാം. ഈ ഒരു കളറാണ് കേട്ടോ എൻ്റെ ഫ്ലവറിന്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് പോട്ട് ചെയ്യണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മണ്ണും മണലും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ട് മിക്സാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പോട്ട് എടുത്ത് അതിലേക്ക് ഈ ഒരു പോട്ട് മിക്സ് നിറച്ചതിന് ശേഷം ഞാൻ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇത് നടുന്നത്. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ വേറെ വീഡിയോയിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ അത്. ഇനി അടുത്ത് നമുക്ക് കറ്റാർവാഴ നടണം. അപ്പോൾ ഇതിന് ഞാൻ സെയിം പോട്ട് മിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പോട്ടിൻ്റെ പകുതി ഭാഗം വരെ ആദ്യം ഈ ഒരു പോട്ട് മിക്സ് നിറച്ച് പിന്നീട് അതിലേക്ക് കറ്റാർവാഴ നട്ടതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു പോട്ട് മിക്സ് തന്നെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.